മുഖ്യമന്ത്രിയുടെ അടിക്കടിയുള്ള വിദേശ സന്ദർശനം കൊണ്ട് സംസ്ഥാനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊതുജനങ്ങളെ സംബന്ധിച്ച് സൃഷ്ടിപരമായ യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം വിദേശ സന്ദർശനങ്ങളിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് തീർച്ചയായും അദ്ദേഹത്തിന് ചികിത്സയുടെ ഭാഗമായി പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ സംബന്ധിച്ച് എന്ത് നേട്ടമുണ്ടായി എന്ന് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഇപ്പോഴത്തെ പുതിയ സാഹചര്യം എന്താണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി വരുന്നതേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് അനുമതി നിഷേധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും അനുമതി നിഷേധിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ കോൺഗ്രസ് എതിർത്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്ന് കൂടുതൽ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പേരിലാണ് അനുമതി നിഷേധിക്കപ്പെട്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. ഇങ്ങനെയുള്ള ഈ പര്യടനമൊക്കെ നടത്തുമ്പോൾ ഈ കേരളത്തിന്റെ അവസ്ഥ അതൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമല്ലേ? പ്രത്യേകിച്ച് ആരോഗ്യ മേഖല അനുഭവിക്കുന്നത് അവിടെ മതിയായ ചികിത്സ ലഭിക്കുന്നുണ്ടോ? അതില്ല. എന്നാൽ ആ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കുള്ള സുരക്ഷയുണ്ടോ? അക്കാര്യങ്ങളില്ല. അതൊരു കുത്തഴിഞ്ഞ സംവിധാനമായിട്ട് തന്നെ ആരോഗ്യ മേഖല കേരളം നമ്പർ 1 ആണെന്ന് കാണിക്കാൻ വേണ്ടി പലപ്പോഴും ഉയർത്തി കാണിക്കുന്ന ആരോഗ്യ മേഖലയുടെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രി വിട്ടു നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ കേവലം ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായും റോമാ നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിക്കുന്ന നീളോ ചക്രവർത്തി എന്നത് പഴയൊരു പ്രയോഗമാണ്. ഇപ്പോൾ റോമാ നഗരം കത്തിയെരിയുമ്പോൾ ടൂർ പോകുന്ന വീണയുടെ അച്ഛൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.